ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ. മത്തായി 8-23-24 വാക്യങ്ങൾ. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് കയറിയ പടകിൽ കൂടെ കയറിയ ശിഷ്യന്മാർ ഭയാനകമായ ഒരു അനുഭവത്തിലേക്ക് പോകുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ഉറങ്ങുന്നു. വിശുദ്ധ മർക്കോസ് ഇത് എടുത്തു പറയുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് അവൻ പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നുവെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. നമ്മൾ കടലിൻ്റെ അക്കരയ്ക്ക് പോകൂ എന്ന് യേശു അവരോട് പറഞ്ഞിരുന്നു. അവർ സുരക്ഷിതരായി അക്കരെ എത്തുമെന്നുള്ള ഉറപ്പ് ഇവിടെ കാണാൻ കഴിയും. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഇതിൻ്റെ മറ്റൊരു വിവരണമുണ്ട്. ഗദരദേശമായിരുന്നു യാത്രയുടെ ലക്ഷ്യം. അത് ഗാദ്യരുടെ ദേശമാണ്. യേശുവിനോടുകൂടെ ഒരു ആവേശത്താൽ പടകിലേക്ക് കയറിയ ശിഷ്യന്മാരുടെ മനസ്സിൽ സുരക്ഷിതരായിരിക്കും എന്ന കരുതലുണ്ടായിരുന്നിരിക്കാം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവന്റെ കൂടെയാണ് തങ്ങളുടെ യാത്ര. രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, മരിച്ചവർക്ക് ജീവൻ നൽകുന്നു. അങ്ങനെ അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന നിലയിൽ കർത്താവിനെ അർത്ഥശങ്കയൊന്നുമില്ലാതെ തന്നെയാണ് അവർ അനുഗമിക്കാൻ ആഗ്രഹിച്ചതും പുറപ്പെട്ടതും. എന്നാൽ ആ യാത്രയിലാണ് ഒരു ഭയം അവരെ ഗ്രസിക്കുന്നത്. അപ്രതീക്ഷിതമായി അവരുടെ പടകിന് വിരോധമായി കാറ്റ് ആഞ്ഞടിക്കുന്നു. വലിയ തിരകൾ ഉയരുന്നു. പടക് മുങ്ങുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ആ സമയത്തും കർത്താവ് ഉറങ്ങുന്നു എന്നാണ് രേഖപ്പെടുത്തൽ. ഇത് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്നുയരുന്ന നിരവധി ചോദ്യങ്ങളോട് ചേർത്ത് നിർത്താം. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ? ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും, ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ഒരു രോഗം ഞങ്ങളെ ബാധിച്ചു? എന്തുകൊണ്ട് ഇതിനൊരു ശമനം ലഭിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ആഴമായ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? അങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിത മാർഗത്തെ എപ്പോഴെങ്കിലുമൊക്കെ അലട്ടിയിട്ടുണ്ടാവാം, വീർപ്പ് മുട്ടിച്ചിട്ടുണ്ടാവാം. ശിഷ്യന്മാരുടെ മനസ്സിലും അങ്ങനെ സംശയങ്ങൾ വന്നിട്ടുണ്ടാവാം. ഇത്രമാത്രം ഭയാനകമായ ഒരു കാറ്റിൻ്റെ മധ്യേ തങ്ങൾ രക്ഷകനെന്ന് കരുതിയവൻ കിടന്ന് ഉറങ്ങുന്നു എന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. ഇവിടെ കർത്താവ് ഉറങ്ങുന്നു എന്ന് പറയുന്നു. ശിഷ്യന്മാർ ഭയപ്പെടുന്നു. ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സുരക്ഷിത മാർഗത്തിന് വേണ്ടിയല്ല യേശുവിനെ പിൻപറ്റേണ്ടത്. എല്ലാ കാര്യത്തിലും നമ്മൾ സുരക്ഷിതരായിരിക്കും. രോഗമില്ലാത്തവരായിരിക്കും, ധനമുള്ളവരായിരിക്കും, സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. ഒരു സെക്യൂറായി ജീവിക്കാം എന്ന് കരുതി ആരും കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കരുത്. യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പടകിന് എതിരെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കാറ്റും കോളും നമ്മളെ വിഷമിപ്പിക്കുന്നത് ആ ജീവിതത്തിലാവാം. എന്നാൽ
ആ യാത്രയിൽ, ആ ജീവിതത്തിൽ, അനുഭവത്തിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിർഭയത്വത്തിൻ്റെ കാരണം. ഏത് കാറ്റടിച്ചാലും, എത്ര തിരകൾ ഉയർന്നാലും, എത്ര കാർമേഘങ്ങൾ നമ്മളെ വീർപ്പ് മുട്ടിച്ചാലും, നമ്മുടെ ഈ യാത്രയിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ ധൈര്യം, ഇതാണ് നമ്മുടെ പ്രചോദനം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ കർത്താവ് നമ്മളോട് കൂടെയുള്ളത് കൊണ്ട് ഏത് തിരകളെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത്, ഇതിൻ്റെ പേരാണ് ദൈവകൃപ. കർത്താവിനോട് ചേർന്ന് നിന്ന് മിക്ക ആളുകൾക്കും നേരിടേണ്ടി വന്നത് ഇത്തരത്തിലുള്ള എതിർത്തിരമാലകളാണ്, അപമാനങ്ങളാണ്, അപഹാസ്യമാണ്, ഒറ്റപ്പെടുത്തലാണ്, നഷ്ടങ്ങളാണ്, ശൂന്യതകളാണ്. എന്നാൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇത് ധൈര്യമാണ്. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ആ ധൈര്യത്തോടെ നമുക്ക് ജീവിതത്തെ നേരിടാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പടകിൽ അവിടുന്ന് ഉള്ളത് കൊണ്ട് സ്തോത്രം. ഏത് കാറ്റടിച്ചാലും, തിരമാലകൾ ഉയർന്നാലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ടല്ലോ, അവിടുന്ന് കാണാതെ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന ധൈര്യത്താൽ ഇന്നത്തെ പകൽക്കാലത്ത് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കരുണയും ബലവും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.